പ്രഭാത വാർത്തയിലേക്ക് വിശദമായി. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഇന്ന് രാജിവെക്കും. ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറും. രാവിലെ 11-ന് ചേരുന്ന ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷി യോഗം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അന്തിമഘട്ട പരിഗണനയിൽ 6 പേരാണുള്ളത്. അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം നേരിട്ട അഴിമതി ആരോപണങ്ങളിൽ ജനവിധി എന്ന അഗ്നിശുദ്ധിക്കൊരുങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് 4:30-ന് ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയെ കണ്ട് അരവിന്ദ് കെജ്രിവാൾ രാജി സമർപ്പിക്കും. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ജനവിധി തേടാൻ ഒരുങ്ങുകയാണ്. രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമായി. ഇന്ന് 11 മണിക്ക് കെജ്രിവാളിന്റെ വസതിയിൽ ചേരുന്ന AAP നിയമസഭാ കക്ഷി യോഗം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. മന്ത്രിസഭാംഗങ്ങളായ അതിഷി, സൗരഭ് ഭരദ്വാജ്, ഗോപാൽ റായ്, കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവർക്ക് പുറമെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ പേരും പരിഗണനയിലുണ്ട്. അഴിമതി കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന കെജ്രിവാൾ തന്റെ ചുമതലകൾ ഏൽപ്പിച്ചത് അതിഷിയെ. മന്ത്രിസഭയെ നയിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയായ അതിഷിയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രചരണം നയിച്ചത് സുനിത കെജ്രിവാളായിരുന്നു. സുനിതയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ തുടക്കമാണോ ഇതെന്ന് കരുതിയവരുമുണ്ട്. അതിഷിയോ സുനിത കെജ്രിവാളോ മുഖ്യമന്ത്രിയായാൽ ഡൽഹി ഭരിച്ച സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും പിന്നാലെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന വനിത എന്ന ചരിത്രം. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് രാഖി ബിർളയുടെ പേരും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. മനീഷ് സിസോദിയയ്ക്ക് പകരം മന്ത്രിസഭയിലെത്തിയ സൗരഭ് ഭരദ്വാജ്, പാർട്ടിയുടെ സ്ഥാപക നേതാവ് ഗോപാൽ റായ്, ഗതാഗതമടക്കം സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്. ഭരണപ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനൊപ്പം അഴിമതി ആരോപണങ്ങളിൽ തകർന്ന പ്രതിച്ഛായ കൂടി വീണ്ടെടുക്കാൻ ലക്ഷ്യം വെച്ചാണ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനം. അഴിമതി ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടാനാണ് രാജിയിലൂടെ അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യം വെക്കുന്നത്. ഇതിനോടകം തന്നെ പുതിയ മുഖ്യമന്ത്രിക്കായി ചർച്ചകൾ സജീവമായിട്ടുണ്ട്. ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് സമീപം നിന്ന് വിനീത VG 24. കൊൽക്കത്തയിൽ പ്രതിഷേധം തുടരുന്ന ജൂനിയർ ഡോക്ടേഴ്സിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോഗ്യവകുപ്പ് ഡയറക്ടറെയും ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറെയും നീക്കി. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെയും ഉടൻ മാറ്റും. സമരം പിൻവലിക്കുന്നത് കൂടിയാലോചിച്ച് അറിയിക്കാമെന്ന് ജൂനിയർ ഡോക്ടേഴ്സ് അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ ഒടുവിൽ പ്രതിഷേധക്കാരുടെ ഡോക്ടേഴ്സിന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക്, അനുനയത്തിലേക്ക് നീങ്ങുകയാണ് മമതാ സർക്കാർ. ഗോകുൽ, ഈ പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ 99% അംഗീകരിച്ചുവെന്നാണ് പശ്ചിമബംഗാൾ സർക്കാർ ഈ ചർച്ചകൾക്ക് ശേഷം പ്രതികരിച്ചത്. മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ അർദ്ധരാത്രിക്ക് ശേഷം പരസ്യ പ്രസ്താവന ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നു. 4 പേര്, ആരോഗ്യ വകുപ്പിലെ 3 പേരടക്കം 4 ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാണ് ഡോക്ടേഴ്സ് ആവശ്യപ്പെട്ടത് എന്നും ഈ ആവശ്യങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, കൂടാതെ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ എന്നിവരെ മാറ്റാൻ തീരുമാനിച്ചതായും അറിയിച്ചു. ആരോഗ്യ വകുപ്പ് ഡയറക്ടറെയും ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറെയും ഉടൻ തന്നെ മാറ്റി. അതേസമയം കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് പുതിയ കമ്മീഷണർ ചുമതല ഏറ്റെടുത്ത ശേഷം മാറ്റുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയെ മാറ്റണമെന്ന ആവശ്യം മാത്രമാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ അംഗീകരിക്കാത്തത്. മറ്റാവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കും എന്ന പ്രഖ്യാപനവും നടത്തിയിരിക്കുന്നു. ഡോക്ടേഴ്സിന് ഇനി ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, സുരക്ഷയുമായി ബന്ധപ്പെട്ടത് അടക്കമുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറിയെ നേരിട്ട് ബന്ധപ്പെടാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ 1.25 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി രേഖാമൂലം തന്നെ ഈ ഉറപ്പ് പ്രതിഷേധക്കാർക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം സമരം പിൻവലിക്കണമെന്ന ഒറ്റ ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനം പലയിടങ്ങളിലായി പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സുമായി ആലോചിച്ച ശേഷം തീരുമാനം പ്രഖ്യാപിക്കാം എന്നാണ് ഈ ചർച്ചകളിൽ പങ്കെടുത്ത പ്രതിനിധികൾ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെ മാറ്റണമെന്ന ഒറ്റ ആവശ്യം ഒഴികെ ബാക്കിയെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. ജൂനിയർ ഡോക്ടേഴ്സിന്റെ സമരം അവസാനിപ്പിക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തുകയാണ് മമതാ ബാനർജി സർക്കാർ പശ്ചിമബംഗാളിൽ. കൊൽക്കത്തയിൽ വനിതാ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസ്
സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അന്വേഷണ പുരോഗതി സംബന്ധിച്ചും അറസ്റ്റ് സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ CBI സുപ്രീംകോടതിയെ ധരിപ്പിക്കും. കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും SHO അഭിജിത്ത് മോണ്ടലിനെയും CBI അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ആശുപത്രിയിൽ വിന്യസിച്ച CISF ഉദ്യോഗസ്ഥർക്ക് നൽകിയ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ബംഗാൾ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായുള്ള ചെലവിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ തുടരുന്നു. അധിക സഹായം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടത്തിലെ പ്രാഥമിക കണക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഇതോടെ യഥാർത്ഥ കണക്ക് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. മുണ്ടക്കൈ ദുരന്തത്തിലെ എസ്റ്റിമേറ്റ് വിവാദം പൂർണ്ണമായും തള്ളുകയാണ് മുഖ്യമന്ത്രി. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തയ്യാറാക്കിയ ആവശ്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചെന്നാണ് വിശദീകരണം. പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും ഉൾപ്പെടുത്തിയാണ് മെമ്മോറാണ്ടം നൽകിയത്. ഇത് ചെലവഴിച്ച തുകയുടെ കണക്കുകളല്ല, മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന നിവേദനമെന്നാണ് വിശദീകരണം. കേന്ദ്ര സഹായം നേടാനുള്ള ശ്രമങ്ങളെ തുരങ്കം വയ്ക്കാൻ ശ്രമമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അതേസമയം സർക്കാർ വിശദീകരണം തള്ളുകയാണ് കോൺഗ്രസ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ ചെലവ് കണക്കുകൾ അവിശ്വസനീയമെന്ന് K. സുധാകരൻ MP പ്രതികരിച്ചു. ചെലവായ തുകയുടെ യഥാർത്ഥ കണക്ക് പുറത്തുവിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസ് തീരുമാനം. 24 തിരുവനന്തപുരം. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി 4 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്ത് തരത്തിലുള്ള കെട്ടിടമാണ്? ഇതൊരു വലിയ ഫാക്ടറി ആണോ അതല്ല ചെറിയ വിൽപ്പനശാലയാണോ? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നിലവിൽ നടക്കുന്നത്? ഗോകുൽ, ഇത് ഈ അപകടം സംഭവിച്ചത് ഇന്നലെ രാത്രിയാണ്. ഈ അപകടം നടന്ന സ്ഥലം പടക്ക നിർമ്മാണശാല എന്നുള്ളത് ഒരു വീടാണ്. വീട്ടിലായിരുന്നു ഈ പടക്കം നിർമ്മിച്ചിരുന്നതും സൂക്ഷിച്ചിരുന്നതും. ഈ പടക്ക നിർമ്മാണശാലയിൽ ഇത്തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഇതിൽ 4 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ച 4 പേരിൽ ഒരാൾ 3 വയസ്സുള്ള കുട്ടിയാണ്, മറ്റൊന്ന് ഒരു സ്ത്രീയാണ്. ഇവർ ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എന്നുമാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. കൂടാതെ 6 പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു അനധികൃത നിർമ്മാണ കേന്ദ്രമായിരുന്നു ഇത് എന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. സമീപത്തുള്ള വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. സ്ഫോടനത്തിൽ ഈ പടക്കം നിർമ്മിച്ചിരുന്ന വീട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കൂടുതൽ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയം പോലീസിനും ഫയർഫോഴ്സിനും രക്ഷാപ്രവർത്തകർക്കുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തകർന്നു കിടക്കുന്ന വീടിന്റെ അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ട് ആളുകൾ അകത്തുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ സേന അടക്കമുള്ളവർ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 4 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. 6 പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലാണ് പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി ഉണ്ടായതും 4 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. നിരവധി പേർക്ക് അവിടെ പരിക്കുമുണ്ട്. മലപ്പുറത്ത് നിപ്പ രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളുകളുടെ ആദ്യഘട്ട പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. 13 പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് ലാബിലേക്ക് അയച്ചത്. സമ്പർക്ക പട്ടികയിലുള്ള 175 പേരിൽ 104 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. പരിബാധിതരെ കണ്ടെത്താനുള്ള കണ്ടെയ്ൻമെന്റ് സോണിലെ ഫീവർ സർവേ ഇന്നും തുടരും. ഈ സർവേയിൽ സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾക്ക് പനി ബാധിച്ചതായി കണ്ടെത്തി രോഗലക്ഷണങ്ങളുള്ളവരെ ഐസൊലേഷനിലേക്ക് മാറ്റും. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. 24 മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. PDP നേതാവ് മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി, കോൺഗ്രസ് കശ്മീർ മുൻ പ്രസിഡന്റ് ഗുലാം അഹമ്മദ് മീർ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 25-ന് 2ാം ഘട്ട തെരഞ്ഞെടുപ്പും ഒക്ടോബർ 1-ന് 3ാം ഘട്ട തെരഞ്ഞെടുപ്പും നടക്കും. ജമ്മുകശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ജമ്മുകശ്മീരിലുള്ള പ്രത്യേക പ്രകടന പത്രിക കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 74-ാം പിറന്നാൾ. എല്ലാ വർഷത്തെയും പോലെ മോദിയുടെ ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി BJP സേവാ പർവ് ആചരിക്കും. രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകളും ആശുപത്രികളിലും സ്കൂളുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തും. ആഘോഷങ്ങളുടെ ഭാഗമായി രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് ദർഗയിൽ 4000 കിലോ വെജിറ്റേറിയൻ ലങ്കാർ വിളമ്പും. ഗുജറാത്തിലെ സൂറത്തിൽ പല വ്യവസായ സ്ഥാപനങ്ങളും 10% മുതൽ 100% വരെ കിഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷ സന്ദർശിക്കും. സംസ്ഥാനത്ത് BJPയുടെ പ്രധാന വാഗ്ദാനമായ സുഭദ്ര പദ്ധതി ഭുവനേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഭുവനേശ്വർ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ സാധനം എത്തിക്കുന്നവർക്ക് കുടിശ്ശിക നൽകാതെ സർക്കാർ. പണം നൽകാതെ സർക്കാർ കബളിപ്പിച്ചെന്ന് വിതരണക്കാർ ആരോപിച്ചു. ഓണത്തിന് കുടിശ്ശിക തുക നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. സമരത്തിലേക്ക് പോകുമെന്ന് വാതിൽപ്പടി വിതരണക്കാർ പറഞ്ഞു. കേരളത്തിലെ റേഷൻ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വാതിൽപ്പടി. ആ വാതിൽപ്പടി വിതരണ കരാറുകാരോട് സർക്കാർ ഈ ഓണത്തിന് കാണിച്ചത് കൊടിയ വഞ്ചനയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവലായ ഓണത്തിന് സാധാരണ ജനങ്ങൾക്ക് റേഷൻ കിട്ടണമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കരാറുകാർ കൃത്യമായി അത് സെപ്റ്റംബറിലെ വരെ വിതരണം കൃത്യമായി നടപ്പാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതാണ്ട് 5-6 മാസമായിട്ട് വിതരണത്തിന് കൃത്യമായി പണം നൽകാത്ത ഒരവസ്ഥയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി അടക്കം പറഞ്ഞിരുന്നു ഓണത്തിന് മുമ്പ് നിങ്ങൾക്ക് കൃത്യമായി പണം നൽകുമെന്ന്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുന്നതുവരെ, സർക്കാർ ഇടപെട്ട് പരിഹരിക്കുന്നതുവരെ ഞങ്ങൾ അനിശ്ചിതകാല സമരം തുടരുകയാണ്. MG പ്രതീഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. പ്രതീക്ഷ, എത്ര കാലത്തെ തുക, എത്ര രൂപയാണ് ഈ കുടിശ്ശിക ഇനത്തിൽ വിതരണക്കാർക്ക് നൽകാനുള്ളത്? വാതിൽപ്പടി വിതരണം ആകെ സ്തംഭിക്കുന്ന നിലയിലേക്ക് പോകുമോ ഈ പ്രതിഷേധം? ഗോകുൽ, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ റേഷൻ കടകളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക് പോകുമെന്ന സൂചനയാണ് നിലവിൽ വാതിൽപ്പടി വിതരണക്കാർ നൽകുന്ന മുന്നറിയിപ്പ്. കാരണം കഴിഞ്ഞ 3 മാസമായി സർക്കാർ വാതിൽപ്പടി വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാനുണ്ട്. ഈ ഇനത്തിൽ ഏകദേശം 95 കോടി രൂപയാണ് സർക്കാർ വിവിധ കരാറുകാർക്കായി നൽകാനുള്ളത്. ഇതോടുകൂടിയാണ് ഒരു കടുത്ത നിലപാടുമായി വിതരണക്കാർ മുന്നോട്ട് വന്നത്. ഓണത്തിന് മുമ്പ് ഈ കുടിശ്ശിക നൽകി തീർക്കുമെന്നതായിരുന്നു സർക്കാർ നൽകിയിരുന്ന ഉറപ്പ്. പക്ഷേ ഈ ഉറപ്പ് പാലിക്കപ്പെടാതെ വന്നതോടുകൂടിയാണ് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ വാതിൽപ്പടി വിതരണക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാർ എത്രയും വേഗം കുടിശ്ശിക നൽകിയില്ലെങ്കിൽ ഈ കരാർ വിതരണം, ഈ സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തി നിർത്തിവെക്കുമെന്നതാണ് നിലവിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ അറിയിക്കുന്ന കാര്യം. നിലവിൽ സിവിൽ സപ്ലൈസ് ആണ് ഈ വാതിൽപ്പടി വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാനുള്ളത്. പക്ഷേ സർക്കാർ കൃത്യമായി പണം അനുവദിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വേണ്ടത്ര സാമ്പത്തിക സഹായം ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് നേരത്തെ തന്നെ സിവിൽ സപ്ലൈസ് അറിയിച്ചിരുന്ന കാര്യമാണ്. പക്ഷേ ഈ കുടിശ്ശിക നൽകാതിരുന്നാൽ ഈ റേഷൻ കടകളിലേക്ക് സാധനം എത്താത്ത ഒരു സാഹചര്യം വരും. അത് പൊതുജനങ്ങളെയും വലിയ ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കുടിശ്ശിക നൽകണമെന്നതാണ് നിലവിൽ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം. അല്ലാത്ത പക്ഷം ഈ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നതാണ് വിതരണക്കാർ അറിയിക്കുന്നത്. ഗോകുൽ, ശരി, കുടിശ്ശിക നൽകാത്തതിനെ തുടർന്നാണ് സർക്കാർ വാക്ക് പാലിച്ചില്ല എന്നാരോപിച്ചാണ് റേഷൻ കടകളിലെ വാതിൽപ്പടി വിതരണക്കാർ സമരത്തിലേക്ക് നീങ്ങുന്നത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിയുടെ ജാമ്യഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ അടിസ്ഥാനരഹിതമായ ബദൽ കഥകൾ മെനയാൻ ദിലീപ് ശ്രമിക്കുന്നുവെന്ന് കേരളം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടിയെന്നാണ് ആരോപണം. പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചാൽ വിചാരണ നടപടികൾ അട്ടിമറിക്കാൻ ശ്രമമുണ്ടാകും. വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. പൾസർ സുനി ജാമ്യത്തിലിറങ്ങി കടന്നുകളയാൻ സാധ്യതയുണ്ടെന്നും കേരളം സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ടൊവിനോ തോമസ് ചിത്രം ARMന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്ന സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി അണിയറ പ്രവർത്തകർ. സൈബർ സെല്ലിന് പരാതി നൽകും. ഇന്നലെയാണ് സിനിമയുടെ വ്യാജ പതിപ്പ് ടെലഗ്രാം വഴി പ്രചരിച്ചു തുടങ്ങിയത്. ട്രെയിനിലിരുന്ന ഒരാൾ ചിത്രം മൊബൈലിൽ കാണുന്ന വീഡിയോ സംവിധായകൻ ജിതിൻ ലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ടൊവിനോ തോമസിനെ നായകനാക്കി 3D സാങ്കേതികവിദ്യയിൽ 4 ഭാഷകളിലാണ് ബിഗ് ബജറ്റ് ചിത്രമായ ARM പുറത്തിറങ്ങിയത്. തിയേറ്ററിൽ നിന്ന് ക്യാമറയിൽ പകർത്തിയ മലയാളം പതിപ്പാണ് ടെലഗ്രാം വഴി പ്രചരിക്കുന്നത്. ഓണാഘോഷങ്ങൾ പലവിധമാണ്. എന്നാൽ വിവാഹിതരും അവിവാഹിതരും തമ്മിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഏറ്റുമുട്ടുന്ന പതിവുണ്ട് പാലക്കാട് കുമരനെല്ലൂരിൽ.
25 വർഷമായി കുമരനെല്ലൂരിലെ ഓണാഘോഷം കാൽപന്തു കളിയാണ്. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിവാഹിതരും അവിവാഹിതരും തമ്മിലായിരിക്കും മത്സരം. ആദ്യ പകുതിയിൽ തകർപ്പനൊരു ഫ്രീ കിക്ക് ഗോളിലൂടെ വിവാഹിതർ ലീഡെടുത്തു. രണ്ടാം പകുതിയിൽ ആക്രമിച്ചു കളിച്ച അവിവാഹിതർ പെനാൽറ്റിയിലൂടെ സമനില ഗോൾ കണ്ടെത്തി. ഫൈനൽ വിസിലോടെ ഇരു ടീമുകളെയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിച്ച് ഇത്തവണത്തെ തിരുവോണക്കളി സമാപിച്ചു. വളരെ മനോഹരമായിട്ട് എല്ലാ വർഷവും തിരുവോണനാളിൽ നടന്നു വരുന്ന കളിയാണ്. വിവാഹിതരും അവിവാഹിതരും രണ്ട് ടീമായി നിന്നുകൊണ്ട് ഇവിടെ ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നത്തെ മത്സരം വളരെ ആവേശകരമായി തന്നെ പര്യവസാനിച്ചിരിക്കുകയാണ്. ആ മത്സരത്തിൽ 1-1 എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞുകൊണ്ട് ഈ തിരുവോണനാൾ വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ. ഇത്തവണ അവിവാഹിതരുടെ ടീമിൽ കളിച്ചവർ അടുത്ത തവണ ചിലപ്പോൾ വിവാഹിതരുടെ ടീമിലെത്തിയേക്കാമെന്നതാണ് മറ്റൊരു കൗതുകം. ചേരിതിരിഞ്ഞുള്ള വാശിയേറിയ മത്സരത്തിന് ശേഷം ഒരുമിച്ചിരുന്ന് ഓണസദ്യയും കഴിച്ചാണ് മടങ്ങാറുള്ളത്. 24 പാലക്കാട്. ഇത്തവണയും ഓണസദ്യ കഴിച്ചതിന്റെ സന്തോഷത്തിലാണ് കാസർഗോഡ് ഇടയിലക്കാട് കാവിലെ വാനരപ്പട. 17ാം തവണയാണ് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ വാനരന്മാർക്ക് സദ്യ നൽകിയത്. 17 തരം വിഭവങ്ങളായിരുന്നു ഇത്തവണത്തെ സദ്യയിൽ ഒരുക്കിയിരുന്നത്. വാഴയിലയിൽ ഉപ്പു ചേർക്കാത്ത ചോറ്, പിന്നാലെ പഴങ്ങളും പച്ചക്കറികളും, ആപ്പിളും തണ്ണിമത്തനും തക്കാളിയും കക്കിരിയും വെള്ളരിയും കൈതച്ചക്കയും പേരക്കയും ഉൾപ്പെടെ 17 ഇനം. സദ്യ എത്തുന്നതിന് മുൻപേ തന്നെ വാനരപ്പട സ്ഥാനമുറപ്പിച്ചു. വാനരക്കൂട്ടം വിഭവങ്ങൾ ആവേശത്തോടെ അകത്താക്കി. ഏറ്റവും കൂടുതൽ ബീട്രൂട്ടിനോടായിരുന്നു ഈ വാനരന്മാർക്കൊക്കെ വലിയ പ്രിയം തോന്നിയിട്ടുള്ളത്. സാധാരണയായിട്ട് ഈ ഒരു സദ്യയൊക്കെ നടത്തുന്ന സമയത്ത് ഈ ഒരു ദിവസമൊക്കെ ഓണത്തിൻ്റെ പിറ്റേന്നാൾ അവിട്ടനാളിൽ ചെറിയ മഴയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തവണ നല്ല ചിങ്ങവെയിൽ ഇങ്ങനെ പൊൻപ്രഭ ചുരത്തിയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ആളുകൾക്കൊക്കെ നന്നായിട്ട് ഈ ഒരു സദ്യ കൗതുകത്തോടെ ആസ്വദിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വയറ് നിറഞ്ഞവർ മരച്ചില്ലകളിൽ ആഹ്ലാദം പങ്കിട്ടു. കഴിച്ചു കഴിഞ്ഞവർ മറ്റുള്ളവർക്കായി മാറിക്കൊടുത്തു. കഴിഞ്ഞ 20 വർഷക്കാലം വാനരന്മാർക്ക് ചോറൂട്ടിയ ചാളിൽ മാണിക്യമ്മയുടെ വീട്ടിലാണ് ഇത്തവണയും വിഭവങ്ങൾ ഒരുക്കിയത്. കാസർഗോഡ്. ഇനി കായിക വാർത്തകൾ. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നിലനിർത്താൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ ചൈനയാണ് എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിലെ 5 മത്സരങ്ങളും ജയിച്ച് സെമിയിൽ ദക്ഷിണ കൊറിയയും തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. പാകിസ്ഥാനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്നാണ് ചൈനയുടെ ഫൈനൽ പ്രവേശം. ടൂർണമെന്റ് ചരിത്രത്തിലെ 5ാം കിരീടമാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ലക്ഷ്യം. ISLൽ ഇന്ന് FC ഗോവ ജംഷഡ്പൂർ മത്സരം. രാത്രി 7:30 ഗോവയുടെ മൈതാനത്താണ് മത്സരം. കഴിഞ്ഞ സീസണിൽ ഗോവ സെമി ഫൈനലിൽ എത്തിയപ്പോൾ ജംഷഡ്പൂർ 11ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. കേരള ക്രിക്കറ്റ് ലീഗ് സെമി പോരാട്ടങ്ങൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന 1ാം സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും. വൈകുന്നേരം 6:30 നടക്കുന്ന 2ാം സെമിയിൽ കൊല്ലം സെയിലേഴ്സും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. നാളെയാണ് ഫൈനൽ. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുകയാണ്.